അപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള ഈ ചാപ്റ്ററിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എൽ കെ അയ്യർ, പിന്നെ എസ് സി റോയി, ജി എസ് ഗുരെ, ഡി പി മുഖർജി, എ ആർ ദേശായി, ദെൻ നിങ്ങൾ പരിചയിച്ചിട്ടുള്ള എം എൻ ശ്രീനിവാസ്, ഇവരെക്കുറിച്ചൊക്കെ അവരുടെ വർക്കുകൾ, അവരുടെ പഠനങ്ങൾ, ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇവരുടെ വർക്കുകൾ മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോഷ്യോളജി എന്നുള്ളത് 19-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. ലോകത്ത് തന്നെ സോഷ്യോളജി എന്നുള്ളത് ഒരു പുതിയ വിഷയമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനോദയം, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഓക്കെ, ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ, ഇതിൻ്റെയൊക്കെ സ്വാധീനത്താൽ ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള ഒരു പഠനശാഖയാണ് സോഷ്യോളജി എന്നുള്ളത്. നമ്മുടെ കഴിഞ്ഞ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതും നമ്മുടെ ഇന്ത്യയിലും ഈ 19-20 നൂറ്റാണ്ടുകളിലായിട്ടാണ് സോഷ്യോളജി ഒരു പഠന വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലാണ് സാമൂഹ്യശാസ്ത്രം ഇന്ത്യയിൽ പഠിക്കാൻ ആരംഭിച്ചത്. ഇന്ത്യയിൽ സോഷ്യോളജി പഠിക്കാൻ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു സോഷ്യോളജിയിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആദ്യകാല പ്രസക്തി എന്നുള്ളത്. ദെൻ 1919 ബോംബെ സർവകലാശാല, ബോംബെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് സാമൂഹ്യശാസ്ത്രം സോഷ്യോളജിയിൽ ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് എല്ലാ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലും സോഷ്യോളജി, സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിലൊക്കെ MSW ആയിട്ടും PSW ആയിട്ടും, അതുപോലെ തന്നെ സോഷ്യോളജി പഠന വിഷയമായി ഡിഗ്രി, അതുപോലെ തന്നെ PG സാമൂഹ്യശാസ്ത്ര വകുപ്പുകൾ തന്നെ ഉണ്ട് എന്നാണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റാണ് LK അനന്തകൃഷ്ണ അയ്യർ, അതുപോലെ തന്നെ SC റോയി, അതുപോലെ തന്നെ GS ഗുരെ, DP മുഖർജി, AR ദേശായി, MN ശ്രീനിവാസ്, ഇവരൊക്കെയാണ് ഇന്ത്യയിലെ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ളത്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യകാലഘട്ടത്തിൽ യാദൃശ്ചിക സംഭവങ്ങളിലൂടെയാണ് ആദ്യകാലങ്ങളിൽ ഇന്ത്യക്കാർ സാമൂഹ്യശാസ്ത്രജ്ഞരും നരവംശ ശാസ്ത്രജ്ഞരുമായിട്ട് മാറി. അതായത് ഇന്ത്യയിൽ ഓൾറെഡി എവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതല്ല, പരിണമിച്ച് വന്നിട്ടുള്ളതല്ല സോഷ്യോളജി എന്നുള്ളത്. അതായത് യാദൃശ്ചികമായിട്ടുള്ള സംഭവങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യ ഘട്ടങ്ങളിൽ ഇന്ത്യക്കാർ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായിട്ടും നരവംശ ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് LK അനന്തകൃഷ്ണൻ അയ്യരാണ്. ഓക്കെ, ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ നരവംശാസ്ത്രത്തിൻ്റെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ നരവംശാസ്ത്ര വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഈ LK അനന്തകൃഷ്ണ അയ്യർ എന്നുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര, അതായത് ആന്ത്രപ്പോളജിയിൽ PG വകുപ്പ്, പോസ്റ്റ് ഗ്രാജുവേഷൻ വകുപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാൻ കാരണക്കാരനായിട്ടുള്ളത് ഇദ്ദേഹമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി നരവംശാസ്ത്രത്തിൽ ബിരുദാനന്തര വകുപ്പ് ആരംഭിച്ചത് അനന്തകൃഷ്ണ അയ്യരായിരുന്നു. ഇത് മാത്രമാണ് അനന്തകൃഷ്ണ അയ്യറിനെ കുറിച്ച്. ഇയാളൊരു ആന്ത്രപ്പോളജിസ്റ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, നരവംശാസ്ത്രജ്ഞനാണ്. മനുഷ്യൻ്റെ എവല്യൂഷനെക്കുറിച്ച്, നരൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വംശശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് നരവംശാസ്ത്രം എന്നുള്ളത്. അപ്പോൾ അത് ആദ്യമായിട്ട് ഒരു ബിരുദാനന്തര വകുപ്പ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ഇനി SC റോയ് എന്ന ശരത്ചന്ദ്ര റോയ് 1871 1942 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ജേണലാണ്, പ്രസിദ്ധീകരണമായിരുന്നു മെൻ ഇൻ ഇന്ത്യ. അത് ഓർത്തു വെക്കുക. മെൻ ഇൻ ഇന്ത്യ 1922 അദ്ദേഹം ഒരു ജേണലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നാഗ്പൂർ പ്രദേശത്തെ ആദിവാസി ജനങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും
പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ശരത്ചന്ദ്ര. അപ്പോൾ ശരത്ചന്ദ്ര റോയിയുടെ ജേണലാണ് മെൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളാണ് നമ്മൾ പറയുന്നത്. ഇത് ആദ്യകാലത്തെ ആന്ത്രോപോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ആയിട്ടുള്ളതാണ്. ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവായിട്ട് അല്ലെങ്കിൽ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് GS ഗുരയാണ്. GS ഗുരയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ പിതാവായിട്ട് സ്ഥാപകനായിട്ടൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ. കാസ്റ്റ് ആൻഡ് റേസ്, റേസ് വർഗം എന്നർത്ഥം. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി, ജാതിയും വർഗവും ഇന്ത്യയിൽ 1932. ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി 1951. സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ 1952. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നറിയപ്പെടുന്നത്. കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി, സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഗോവിന്ദ് സദാശിവ് ഗുരെ അഥവാ GS ഗുരെ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അല്ലെങ്കിൽ സ്ഥാപകനായിട്ടൊക്കെ അറിയപ്പെടുന്നതാണ്. അതായത് ഇന്ത്യൻ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി, ദെൻ സോഷ്യോളജിക്കൽ ബുള്ളറ്റിൻ, ദീസ് ആർ ദ മെയിൻ ബുക്സ് റിട്ടൺ ബൈ GS ഗുരെ. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠന മേഖലകൾ, സോഷ്യോളജിയിൽ ഇദ്ദേഹത്തിൻ്റെ പഠന മേഖലകൾ എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങൾ, ബന്ധുത്വം, കുടുംബം, വിവാഹം, ഹിന്ദു സംസ്കാരം, ദേശീയത, ആദിവാസി സംസ്കാരം, ഗോത്ര സംസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠനം. ഗോത്രങ്ങളെക്കുറിച്ച്, ട്രൈബ്സിനെ കുറിച്ച്, ബന്ധുത്വം, കിൻഷിപ്പ്, കുടുംബം, ഫാമിലി, വിവാഹം, മാരേജ്, ഹിന്ദു സിവിലൈസേഷൻ, ഹിന്ദു സംസ്കാരം, ഹിന്ദു കൾച്ചർ, ദെൻ ദേശീയത, നാഷണാലിസം, ദെൻ ട്രൈബൽ ആദിവാസി ആയിട്ടുള്ള സംസ്കാരം, അതുപോലെ തന്നെ ഗോത്ര സംസ്കാരം, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഈ ജാതി, വംശം എന്നിവയെക്കുറിച്ചുള്ള രചനകൾ ഇദ്ദേഹത്തിന് അന്തർദേശീയ പ്രശസ്തി നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ഇദ്ദേഹം ഗോത്രവർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചു. ഇന്ത്യയിലെ ഗോത്രവിഭാഗത്തെ പിന്നോക്ക ഹിന്ദുക്കളാണ് അഥവാ ഇന്ത്യയിലെ ഗോത്രവർഗക്കാരെ പിന്നോക്ക ഹിന്ദുക്കളാണെന്ന് ന്യായീകരണം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതായത് ഹിന്ദുക്കളിൽപ്പെട്ടവരാണ് അങ്ങനെ ഒരു വാദഗതി രണ്ട് തരത്തിലുള്ള വാദഗതി. ഗോത്രവിഭാഗം എന്നുള്ളത് പ്രത്യേക വിഭാഗമാണ്, അവർ ഹിന്ദു സമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു വാദമുണ്ട്. പക്ഷേ GS ഗുരെ പറയുന്നത് അവർ ഇന്ത്യയിലെ ഗോത്രവർഗക്കാർ, ഇന്ത്യയിലെ ട്രൈബൽസൊക്കെ ഹിന്ദു വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങളാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇതല്ലാത്ത അഭിപ്രായമുണ്ട് കേട്ടോ, ഇതല്ലാത്ത അഭിപ്രായമുണ്ട്. അതായത് ഗോത്ര സംസ്കാരം വേറെയാണ്, ഹിന്ദു സംസ്കാരം വേറെയാണ്, ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ ഗോത്ര സംസ്കാരത്തെ പാടില്ല എന്ന് പറയുന്ന വാദഗതികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വാദഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗോത്രവർഗത്തെ പിന്നോക്ക ഹിന്ദുക്കളാണ്, അവർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടാണ്, ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളത് പറയും. അപ്പോൾ ജാതി, വംശം എന്നിവയെക്കുറിച്ച് ഗുരെ പറയുന്നത് ബ്രിട്ടീഷ് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർബർട്ട് റാസ്ലി മുന്നോട്ട് വെച്ച വംശവും ജാതിയും തമ്മിലുള്ള ബന്ധങ്ങളുടെ സിദ്ധാന്തങ്ങളെ അദ്ദേഹം വിമർശനാത്മകമായിട്ട് പരിശോധിച്ചു. അദ്ദേഹം അതിനെ വിമർശിച്ചു. ഹെർബർട്ട് റാസ്ലിയുടെ പഠനത്തെ അദ്ദേഹം എതിർത്തു എന്നുള്ളതാണ്. അതായത് മുഴുവനായിട്ടും അതായത് റാസ്ലിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ GS ഗുരയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹെർബർട്ട് റസ്ലി പറയപ്പെടുന്നത് തലയോട്ടിയുടെ ചുറ്റളവ്, മൂക്കിൻ്റെ നീളം, വ്യാപ്തി എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവികളെ വിവിധ വംശങ്ങളായിട്ട് വിഭജിക്കാമെന്ന്. അതായത് നമുക്കറിയാം, അപ്പോൾ ഈ നമ്മുടെ പറയപ്പെടുന്ന മംഗ്ലോയിഡ്, നീഗ്രോയിഡ് ഇങ്ങനെ പറയപ്പെടുന്ന മനുഷ്യരുടെ വിഭജനം, അത് തലയോട്ടിയുടെ ചുറ്റളവ്, മൂക്കിൻ്റെ നീളം, വ്യാപ്തി, ഇപ്പോൾ പരന്ന മൂക്കുകൾ, മംഗ്ലോയിഡ് ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മനുഷ്യജീവികളെ വിവിധ വംശങ്ങളായിട്ട് വിഭജിക്കാമെന്നാണ് റസ്ലി പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിവാഹം നിരോധിച്ചിരുന്നാൽ വംശീയ വംശീയ തരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉചിതമായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണ്. ഇന്ത്യയിലെ സ്വഗണ വിവാഹം മാത്രമാണ് ഉള്ളത്. അന്യഗണ വിവാഹം വരുമ്പോൾ വിവിധ
എത്നിക്കുകളിൽപ്പെട്ട് വിവിധ വംശത്തിൽപ്പെട്ട ആൾക്കാർ പരസ്പരം വിവാഹം ചെയ്യുമ്പോൾ അവരിലൊരു മിക്സ്ചർ വരും. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള സ്വഗണ വിവാഹം മാത്രമേ പറ്റുള്ളൂ. അന്യഗണ വിവാഹം ഇന്ത്യയിൽ ഇതില്ലാത്തത് കൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിവാഹം ഇന്ത്യയിൽ നിരോധിച്ചതിനാൽ വംശീയ തരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഉചിതമായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണെന്ന് റസ്ലി. അപ്പോൾ ഈ ജാതി എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ റസ്ലിയുടെ അഭിപ്രായത്തിൽ വംശത്തിൽ നിന്ന് ഉടലെടുത്തണം. ഇപ്പോൾ ഈ ആര്യന്മാരൊക്കെ നല്ല രക്തം അല്ലെങ്കിൽ ശുദ്ധരക്ത, ദെൻ താഴ്ന്ന ഇവിടെ ഉണ്ടായിരുന്ന ആദിമ നിവാസികളൊക്കെ താഴ്ന്ന വിഭാഗക്കാർ. ഈ ജാതി എന്നുള്ളത് വംശത്തിൽ നിന്ന്, ഇപ്പോൾ ദ്രവീഡിയന്മാർ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഇന്തോ ദ്രവീഡിയൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജാതികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഓക്കെ, ഈ ശൂദ്രകളൊക്കെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർ ആദിമമായിട്ട് ഇന്ത്യയിൽ താമസിച്ചിട്ടും പുറമേ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആര്യന്മാരും മറ്റുള്ള ഇതൊക്കെ ഉയർന്ന ജാതിക്കാരൊക്കെ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ജാതി ഉടലെടുത്തിട്ടുള്ളത് വംശത്തിൽ നിന്നാണ്. ഈ ഉയർന്ന ജാതിക്കാർ ഹിന്ദു ആര്യൻ വംശത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദു ആര്യൻ വിശേഷമാണ്. താണ ജാതിയിൽപ്പെട്ടവരാണ് ഇന്ത്യയിലെ ആദിവാസികൾ, അതായത് നമ്മുടെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇതാണ് ഹെർബർട്ട് റസ്ലിയുടെ സിദ്ധാന്തം. അതായത് മനുഷ്യൻ്റെ ബാഹ്യമായിട്ടുള്ള സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ, അതായത് തലയോട്ടിയുടെ ചുറ്റളവ്, മൂക്കിൻ്റെ നീളം, വ്യാപ്തം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവികളെ വിവിധ വംശങ്ങളായിട്ട് വിഭജിക്കാമെന്ന് പറയും. ദെൻ വിവിധ വംശങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉചിതമായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണ്. കാരണം ഇന്ത്യയിൽ സ്വഗണ വിവാഹം മാത്രം, സ്വന്തം ഗണത്തിൽ നിന്ന് വിവാഹം പറ്റുള്ളൂ, വ്യത്യസ്ത വംശങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ബ്രീഡാണ് വരുന്നത്, അല്ലാതെ ഈ ഒരു മിക്സ്ചർ അതിൽ വരുന്നില്ല എന്നുള്ളത്. ജാതി വംശത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഇന്തോ ആര്യൻ വംശത്തിൻ്റെ വിശേഷ ലക്ഷണങ്ങളുണ്ട്. താണ ജാതിയിൽപ്പെട്ടവരാണ് ഇന്ത്യയിലെ ആദിവാസികൾ. ഓക്കെ, ഈ GS ഗുരെ റാസ്ലിയുടെ ഇത്തരം സിദ്ധാന്തങ്ങളോട്, ഇത്തരം തിയറീസിനോട് ഭാഗികമായിരിക്കും. ഓക്കെ, ഉയർന്ന ജാതിയിലുള്ളവർ ആര്യന്മാരും താഴ്ന്ന ജാതികൾ ആര്യേതരം എന്നുള്ള സിദ്ധാന്തം, ഇദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തം റസ്ലി, അത് ഉത്തരേന്ത്യയിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. ബാക്കിയുള്ളിടത്തൊന്നും ഈ ഒരു രീതി ഇല്ല എന്നാണ് GS ഗുരെ പറയുന്നത്. ഉത്തരേന്ത്യയിൽ ഈ പറയുന്നത് ശരിയാണ്. അതായത് ആര്യന്മാരൊക്കെ പുറമേ നിന്ന് വന്നിട്ടുള്ള ഉത്തരേന്ത്യയിലാണ്. അപ്പോൾ ആര്യതരായില്ലാത്ത, അതായത് താഴ്ന്ന ജാതിക്കാർ ആര്യന്മാരല്ലാത്തവരും ഉയർന്ന ജാതിയിൽപ്പെട്ടവർ ആര്യന്മാരുമാണ് എന്നുള്ളത് ഉത്തരേന്ത്യയിൽ മാത്രമേ സത്യമാവുകയുള്ളൂ എന്നാണ്. ദെൻ മിശ്രവിവാഹ നിരോധനത്തിലൂടെ വംശീയ ശുദ്ധി പരിപാലിച്ചിരുന്നത് ഉത്തരേന്ത്യയിൽ മാത്രമായിരുന്നു എന്നാണ് ഓക്കെ ഈ ഒരു സിദ്ധാന്തത്തിന് എതിർപ്പായിട്ട് ഗുരെ പറയുന്നത്. അതായത് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ, ഈ സദേൺ ഇന്ത്യ ആണെങ്കിലും വെസ്റ്റേൺ ഇന്ത്യ ആണെങ്കിലും ഈസ്റ്റേൺ ഇന്ത്യയിലാണെങ്കിലും മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗുരയുടെ അഭിപ്രായത്തിൽ ജാതി എന്നുള്ളത് വ്യക്തികളുടെ ജാതി അവർ ജനിക്കുമ്പോൾ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു. ദെൻ ക്ലോസ്ഡ് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. അഥവാ അന്യോന്യം പ്രവേശനമില്ലാത്ത അടഞ്ഞ കള്ളികളെ പോലെയാണ്. ഇപ്പോൾ ഒരാൾ ഒരു ജാതിയിൽ ജനിച്ചാൽ ആ ജാതിയിൽ മരണം വരെ ആ ജാതിയിൽ തന്നെയാണ്, അയാൾക്ക് മറ്റുള്ള ഇതിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ഓരോ ജാതിക്കും മറ്റുള്ള ജാതിയെ മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുന്തിയതോ താഴ്ന്നതോ ആവാം. ഇപ്പോൾ ബ്രാഹ്മണർ മറ്റുള്ളവരേക്കാൾ മുന്തിയതാണ്, ശൂദ്രർ മറ്റുള്ളവരേക്കാൾ താഴ്ന്ന ജാതികളാണ്. അപ്പോൾ ഓരോ ജാതിയും മറ്റു ജാതിയേക്കാൾ മുന്തിയതോ താഴ്ന്നതോ ആയിരിക്കാം. ദെൻ സാമൂഹിക പാരസ്പര്യ വ്യവഹാരങ്ങൾ, ജാതി നിബന്ധനകൾ വ്യവഹാരങ്ങൾ അപ്പോൾ പരസ്പര ഇടപെടലുകളിൽ, വ്യവഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടപെടൽ, ജാതി നിബന്ധനകൾ. അപ്പോൾ നമുക്ക് താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരോട് ഇടപെടുന്നതിനൊക്കെ അല്ലെങ്കിൽ പരസ്പര പ്രവർത്തനത്തിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട് എന്നാണ്. ജാതികൾക്ക് ഉള്ള പ്രത്യേക അവകാശങ്ങളും ചുമതലകളുമാണ് വ്യക്തിയുടെ വ്യവഹാരങ്ങൾ നിയന്ത്രിക്കുന്നത്. അതായത് ഓരോ അവകാശങ്ങളുമുണ്ട്, ചുമതലകളുമുണ്ട് എന്നാണ്. ജാതിയാണ് തൊഴിൽ തിരഞ്ഞെടുക്കുന്നത്. ദെൻ വിവാഹ വിലക്കുകൾ ഓരോ ജാതിയുടെയും പ്രത്യേകതയാണ്.
എൻഡോഗമി മാത്രമാണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. സ്വന്തം സ്വജാതിയിൽ നിന്നുള്ള വിവാഹത്തെയാണ് സ്വീകരിക്കുന്നത്. ഇതാണ് ഗുരയുടെ അഭിപ്രായത്തിൽ. ഇതൊന്ന് നോട്ട് ചെയ്യണം, ഓർത്തു വെക്കണം. ഗുരയുടെ അഭിപ്രായത്തിലുള്ള ജാതി, അതായത് സാധാരണ ജാതിയെക്കുറിച്ച് നമുക്കറിയാവുന്ന ബൈ ബർത്താണ്, ക്ലോസ്ഡ് എൻറ്റിറ്റിയാണ്, പ്രവേശനമില്ലാത്തതാണ്. ഓരോ ജാതിയും മറ്റുള്ള ജാതിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മുന്തിയതോ അല്ലെങ്കിൽ താഴ്ന്നതോ ആവാം. തൊഴിൽ വിഭജനമാണ് ഇതിലുള്ളത്. വിവാഹ വിലക്കുകളുണ്ട്, എൻഡോഗമി ഉണ്ട്. ഇതാണ് GS ഗുരയുടെ അഭിപ്രായത്തിൽ ജാതി എന്നുള്ളത്. ഇനി അടുത്തത് ദുർജിത് പ്രസാദ് മുഖർജി അഥവാ DP മുഖർജി, വെസ്റ്റ് ബംഗാളിൽ ജനിച്ചു. മാർക്സിസം ശക്തമായിട്ട് സ്വാധീനിച്ചു. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഇൻട്രൊഡക്ഷൻ ടു മ്യൂസിക്, പുസ്തകം പ്രത്യേകം മ്യൂസിക്കാണ് പറയപ്പെടുന്നത്. ഇൻട്രൊഡക്ഷൻ ടു മ്യൂസിക്, ഞാൻ പറഞ്ഞു മാത്ത് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് വരിക. അപ്പോൾ ഓരോ പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റും അവരുടെ കൃതിയും ഓർത്തു വെക്കണം എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മ്യൂസിക് ഇതാണ് DP മുഖർജി, ദുർജിത് പ്രസാദ് മുഖർജിയുടെ പുസ്തകം എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠനം എന്നുള്ളത് പാരമ്പര്യവും മാറ്റവും എന്നാണ്, ട്രഡീഷൻ ആൻഡ് ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ മുഖ്യ സവിശേഷത അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയാണ്, അതിൻ്റെ സോഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയുടെ മുഖ്യ സവിശേഷത. അപ്പോൾ അതിനാൽ സാമൂഹ്യ ശാസ്ത്രങ്ങൾ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥക്കും സാമൂഹ്യ വശങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്നാണ്. അതായത് ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്രങ്ങൾ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥക്കും സാമൂഹ്യ വശങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്നുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ പ്രാദേശിക ഭാഷയിൽ സുപരിചിതരായിരിക്കും. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പ്രാദേശികമായിട്ടുള്ള ഓരോ സാമൂഹ്യശാസ്ത്രജ്ഞനും ഓരോ പ്രദേശത്ത് ഇറങ്ങിയിട്ട് അവരുടെ ഫീൽഡ് സ്റ്റഡിയൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അതിനാൽ തന്നെ സാമൂഹ്യ വശങ്ങളും സാമൂഹ്യ വ്യവസ്ഥക്കൊക്കെ അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയൊക്കെ സുപരിചിതരായിരിക്കും. ഇന്ത്യയുടെ നാടോടി വഴികളിലെ ആചാരങ്ങൾ, മര്യാദകൾ, പാരമ്പര്യങ്ങൾ എന്നിവ പങ്കുവെക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയണം. വിവിധ സമൂഹങ്ങൾ ഒരുമിച്ച് കഴിയുന്നതാണ് നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള സവിശേഷതകൾ. അപ്പോൾ ഇന്ത്യയുടെ നാടോടി വഴികളിലുള്ള ആചാരങ്ങളും മര്യാദകൾ, പാരമ്പര്യങ്ങൾ എന്നിവയൊക്കെ പങ്കുവെക്കാൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന് കഴിയണമെന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ സാമൂഹിക സംവിധാനങ്ങൾ ഗ്രൂപ്പ്, വർഗം, ഡിഫറൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ ക്ലാസ്, സോഷ്യൽ വർഗം എന്നിവയിൽ ക്രമപ്പെട്ടതാണ്. അപ്പോൾ ഈ പാരമ്പര്യം, ഇവർ തമ്മിലുള്ള പാരമ്പര്യം അത് നമുക്ക് കാണാൻ പറ്റും, അത് അവരിൽ ചലനാത്മകമാണ്, അത് നമുക്ക് ദർശിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത്. ഈ പാരമ്പര്യം എന്നതിനർത്ഥം ഈ ട്രഡീഷൻ, പാരമ്പര്യം എന്നതിന് അർത്ഥം നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം കൈമാറുന്നതാണ്. അതായത് പാരമ്പര്യം എന്ന വാക്കിനർത്ഥം കൈമാറുക എന്നാണ്, കൈമാറുക എന്നാണ്. പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞരിൽ പരിവർത്തനത്തിൻ്റെ സ്രോതസ്സ് അഥവാ പാശ്ചാത്യ സമൂഹങ്ങളിൽ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് ചേഞ്ച് അവിടുത്തെ സമ്പദ്ഘടനയാണ്. എങ്കിലേ, അതായത് അവിടുത്തെ ഉള്ളവനും ഇല്ലാത്തവരും, ഓക്കെ, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, ഇതൊക്കെയാണ് പാശ്ചാത്യ സമൂഹങ്ങളിൽ ആന്തരിക പ്രവർത്തനത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് പറയപ്പെടുന്നത് സമ്പദ്ഘടനയാണെങ്കിലേ ഇന്ത്യൻ സമൂഹങ്ങളിലെ വർഗ സംഘർഷങ്ങൾ അഥവാ ജാതി ആയിക്കോട്ടെ, ദെൻ വർഗങ്ങളായിക്കോട്ടെ, ഇത് തമ്മിലുള്ള സംഘർഷങ്ങൾ പരമ്പരാഗതമായിട്ട് കൈമാറുന്ന വിശ്വാസങ്ങളിൽ ലഘൂകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലുള്ള ജാതീയതയെപ്പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതീയത നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത്. പണ്ട് കാലങ്ങളിൽ ഇത് സീവിയർ ആയിരുന്നു. ആദ്യ കാലഘട്ടം, വേദകാലഘട്ടം മുതൽ ജാതീയത നമ്മുടെ സമൂഹത്തിലുണ്ട്, അത് സീവിയർ ആയിരുന്നു, ഏറ്റവും കൂടുതൽ കഠിനമായിരുന്നു എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ജാതീയത ലഘൂകരിച്ച്, അല്ല, ഇതൊക്കെ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന സമയത്ത് അതിൽ ലഘൂകരണം അതുപോലെ തന്നെ നിയന്ത്രണമൊക്കെ വന്നിട്ടുണ്ട് എന്നാണ്. ദെൻ മാറ്റമാണ് അദ്ദേഹം അടുത്ത ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കൈമാറുന്നതാണ്, പാരമ്പര്യം എന്നുള്ള കൈമാറുന്നതാണെന്ന് പറഞ്ഞു. ദെൻ അടുത്തത് മാറ്റമാണ്. അദ്ദേഹം മാറ്റങ്ങളെ DP മുഖർജി മാറ്റങ്ങളെ 3 തത്വങ്ങളാണ്, അല്ലേ, മാറ്റങ്ങളുടെ 3 തത്വങ്ങളാണ് ഇന്ത്യൻ പാരമ്പര്യം തിരിച്ചറിയുന്നത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറീസ്. ശ്രുതി, സ്മൃതി, അനുഭവ. ശ്രുതി, സ്മൃതി, അനുഭവം. മാറ്റങ്ങൾ
3 തത്വങ്ങളാണ് ഇന്ത്യൻ പാരമ്പര്യം തിരിച്ചത്. ശ്രുതി, ദെൻ സ്മൃതി, അനുഭവ എന്നുള്ളത്. ദെൻ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അനുഭവം, പേഴ്സണൽ എക്സ്പീരിയൻസ്. വ്യക്തിപരമായിട്ടുള്ള അനുഭവം കൂട്ടായ അനുഭവത്തിലേക്ക് ഒഴുകി ഇന്ത്യൻ സമൂഹത്തിൽ പരിവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം പൊതുവായ അനുഭവം. അനുഭവം എന്നാണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അത് നമ്മുടെ ആ ഒരു അനുഭവം, ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പരിവർത്തനത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാവുന്നതാണ്. ശ്രുതിയും സ്മൃതിയും, അതായത് ഫസ്റ്റത്തെ 2 ശ്രുതി സ്മൃതി, ഇവ പാരമ്പര്യ കേന്ദ്രങ്ങളാണ്. ഇവ കാലാകാലങ്ങളിൽ ഗ്രൂപ്പിൻ്റെ കൂട്ടായ അനുഭവങ്ങളുടെ വെല്ലുവിളികൾ, അതായത് ഇവ കാലാകാലങ്ങളിൽ ഗ്രൂപ്പിൻ്റെ കൂട്ടായ അനുഭവങ്ങളുടെ വെല്ലുവിളികൾ നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശ്രുതിയും സ്മൃതിയും അനുഭവ ഈ തത്വം വരുന്നത് GP മുഖർജി. ഓക്കെ, DP മുഖർജിയുടേതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. DP മുഖർജിയുടേതാണ്, മാറിപ്പോകരുത്. അതാണ് ഞാൻ വീണ്ടും കാണിച്ചു തരുന്നത്. ദെൻ ഇന്ത്യൻ അനുഭവങ്ങളുടെ സ്നേഹം യുക്തിയേക്കാൾ മാറ്റത്തിന് കാരണമായി. ഇന്ത്യയിൽ അനുഭവങ്ങളും സ്നേഹവും യുക്തിയേക്കാൾ മാറ്റത്തിന് കാരണമായി. കൂട്ടായ അനുഭവങ്ങൾ കൂടിയാണ് സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. സംഘർഷം പാരമ്പര്യത്തിൽ മാറ്റമുണ്ടാകുന്നത്. പരസ്പരമുള്ള ഈ ഒരു നിലനിൽപ്പിൽ നിരന്തരമായിട്ടുള്ള സംഘർഷങ്ങൾ പാരമ്പര്യത്തിൽ മാറ്റമുണ്ടാക്കുന്നു എന്നാണ്. ഇനി അടുത്തത് AR ദേശായി ആണ്. AR ദേശായി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കണം. ഈ ഒരു ക്ലാസ് once again പറയുന്നു. ഇതിൽ ആദ്യം നിങ്ങൾ LK ആനന്ദകൃഷ്ണ അയ്യരും SC റോയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും മുഴുവനായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഈ 4 ആൾക്കാരാണ്: GS ഗുരേവ്, DP മുഖർജി, AR ദേശായി, MN ശ്രീനിവാസ്. ഇതിൽ MN ശ്രീനിവാസനെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. MN ശ്രീനിവാസൻ്റെ തിയറി, സാൻസ്ക്രിറ്റൈസേഷൻ എന്നുള്ള തിയറി MN ശ്രീനിവാസനാണ്. സംസ്കൃതവൽക്കരണം, വെസ്റ്റേണൈസേഷൻ എന്നുള്ള തിയറി, പാശ്ചാത്യവൽക്കരണം MN ശ്രീനിവാസനാണ്. പ്രബലജാതി എന്നുള്ള തിയറി MN ശ്രീനിവാസനാണ്. ഓക്കെ, MN ശ്രീനിവാസൻ. അതേപോലെ തന്നെ GS ഗുരയാണ് ഇന്ത്യയിൽ സോഷ്യോളജിയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. DP മുഖർജി നമ്മൾ പറഞ്ഞു ശ്രുതി സ്മൃതി അനുഭവ എന്നുള്ളതാണ് DP മുഖർജിയുടെ. ദെൻ നമുക്കിനി പറയാനുള്ള 2 AR ദേശായിൻ്റെയും MN ശ്രീനിവാസിൻ്റെയും. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സോട് കൂടി ഈ പാഠം തീരും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് നോക്കാൻ പറയുന്നത് ഇവരുടെ വർക്കുകൾ, അതായത് ശരത്ചന്ദ്ര റോയുടെ മെൻ ഇൻ ഇന്ത്യ തുടങ്ങിയിട്ട് GS ഗുരയുടെ കാസ്റ്റ് ആൻഡ് റേസ് ഇൻ ഇന്ത്യ, ഏതെങ്കിലും ഒന്നാണ്. ഇത് സോഷ്യോളജിക്കൽ സൊസൈറ്റി സോഷ്യോളജിക്കൽ ബുള്ളറ്റിന് കാസ്റ്റ് ആൻഡ് റേസ് ആ ബുക്ക് കണ്ടാൽ തന്നെ ആ പേരുമായിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് DP മുഖർജിയുടേത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പുസ്തകമാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ മ്യൂസിക് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് ശ്രുതി സ്മൃതി അനുഭവ എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇന്നലെ രാത്രി എടുത്തിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് അയക്കും. ദെൻ ഓൾറെഡി സോഷ്യോളജിയുടെ 10 ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് നോട്ട്സ് അയച്ചിട്ടുള്ളതാണ്. വായിക്കുക, പഠിക്കുക. രാത്രിയിലെ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.